എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്. നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുണ്ടാവും ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന്. നമുക്കൊന്നുകൂടെ ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. റാഷണൽ നമ്പേഴ്സ് എന്താണ് റാഷണൽ നമ്പേഴ്സ്? എനി നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p by q, where p and q are integers, where p and q are integers and q not equal to 0. അതായത് ഡിനോമിനേറ്റർ 0 ആവാതെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻഡിജേഴ്സ് ആയിട്ട് വരുന്ന p by q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്തായിരിക്കും? എനിത്തിങ് വിച്ച് cannot be written in the form p by q. അതായത് ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് p by q എന്നുള്ള ഫോർമാറ്റിൽ എഴുതാൻ പറ്റത്തില്ല എങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ആ ഇറാഷണൽ നമ്പേഴ്സിനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എക്സാമ്പിൾ കുറേയൊക്കെ അറിയാം. √2, √3, √5 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ് നമുക്ക്. അപ്പൊ ഈ √2 ഒക്കെ ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു തിയറം പഠിക്കേണ്ടതായിട്ട് വരും. ആ തിയറം എന്താണെന്ന് വെച്ചാൽ ലെറ്റ് p be a prime number if p divides a square then p divides a, where a is a positive integer. അതായത് p എന്ന് പറയുന്ന ഒരു ഇന്റിജർ, p എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ a സ്ക്വയർ നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ p ആരെയും ഡിവൈഡ് ചെയ്യും? a നെയും ഡിവൈഡ് ചെയ്യും. ഇപ്പൊ p എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ നമുക്ക് 2 എടുക്കാം. ഓക്കെ, 2 എടുക്കാം. ഇനി a എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പം a എന്ന് പറയുന്നത് നമുക്കൊരു 3 എന്ന് എടുക്കാം. കേട്ടാ, a എന്ന് പറയുന്നത് നമുക്ക് 6 ആയിട്ട് എടുക്കാം. അപ്പൊ a സ്ക്വയർ എന്തായിരിക്കും? 36. അപ്പൊ 2 എന്ന് പറയുന്നത് 36നെ ഡിവൈഡ് ചെയ്യും. അതേപോലെ 2 ആരെയും ഡിവൈഡ് ചെയ്യും? 6നെയും ഡിവൈഡ് ചെയ്യും. അതാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ p എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ പ്രൈം നമ്പർ a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ അത് ആരെയും ഡിവൈഡ് ചെയ്തിരിക്കും? a നെയും ഡിവൈഡ് ചെയ്തിരിക്കും. ഇനി എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 36ന് പകരം ഇവിടെ ഒരു 4 എടുക്കാം. അപ്പൊ 2 4നെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ a സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ a ഈസ് ഈക്വൽ ടു 2. അപ്പം 2 ആരെ ഡിവൈഡ് ചെയ്യും? ഈ 2നെ ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ p is a prime number if p divides a square then p divides a, where a is a positive integer. ഇപ്പൊ നമുക്ക് √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺട്രറി മെത്തേഡ് ഉപയോഗിക്കും. കോൺട്രറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ √2 ഇറാഷണൽ ആണെന്ന് അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? √2നെ റാഷണൽ നമ്പർ ആണെന്ന് സപ്പോസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? √2 ഈസ് റാഷണൽ. അപ്പൊ നമ്മൾ √2നെ റാഷണൽ നമ്പർ ആയിട്ട് എടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു റാഷണൽ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p by q, where p and q are integers and q not equal to 0. ഇപ്പൊ √2 റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ √2നെ നമുക്ക് എങ്ങനെ എഴുതാം? r by s എന്നുള്ള ഫോമിൽ എഴുതാം. r ഉം q ഉം r ഉം s ഉം ഇന്റിജേഴ്സ് ആണ്, s not equal to 0 ആണ്. അപ്പൊ r by s എന്നുള്ള ഫോമിൽ എഴുതിയല്ലോ. Now suppose that r and s have common factors other than 1. അപ്പൊ ഒന്നല്ലാതെ അതിൽ കൂടുതൽ, ഒന്നല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ആറിനും എസിനും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ആറിനും എസിനും ഉള്ള കോമൺ ഫാക്ടേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എയും ബിയും കിട്ടുമെന്ന് അസ്യൂം ചെയ്യാം. വേർ എ ആൻഡ് ബി ആർ കോപ്രൈംസ്. എന്താണ്? എ ആൻഡ് ബി ആർ കോപ്രൈംസ്. കോപ്രൈംസ് എന്താണെന്ന് പറഞ്ഞാൽ എയും ബിയും പ്രൈം നമ്പേഴ്സ് ആണ്. അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ വേറെ കോമൺ ആയിട്ട് ഫാക്ടേഴ്സും ഇല്ല. അപ്പൊ നമ്മൾ √2 ഈക്വൽ ടു r by s എന്നുള്ളതിൽ ആറിലും എസിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? a by b എന്നുള്ള ഫോമിൽ കിട്ടും. വേറെ a and b ആർ കോപ്രൈംസ്. അപ്പൊ √2 ഈസ് ഈക്വൽ ടു a by b എന്ന് കിട്ടി. ഇനി ഇതിനെ ഇങ്ങോട്ട് ബിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ b √2 ഈസ് ഈക്വൽ ടു a എന്ന് കിട്ടും. നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2b² ഈസ് ഈക്വൽ ടു a സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ, 2b² ഈസ് ഈക്വൽ ടു a സ്ക്വയർ. അതായത് എന്താ പറയുന്നത്? 2 divides a square. 2 divides a square. Therefore 2 divides a square. നമ്മൾ കുറച്ച് മുമ്പായിട്ട് ഒരു തിയറം പഠിച്ചായിരുന്നു. if p any prime number p divides a square it divides p divides a also. അപ്പൊ ഇവിടെ 2 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. 2 divides a square. Therefore 2 divides a. നമ്മൾ നേരത്തെ പഠിച്ച തിയറം വെച്ച് 2 divides a. 2 divides a ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? a is equal to 2c എന്ന് എഴുതിക്കൂടെ? 2 എന്ന് പറയുന്നത് 2 ന്റെ മൾട്ടിപ്പിൾ ആണ്. a is equal to 2 into c എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആവും, അല്ലെങ്കിൽ c എന്ന് പറയുന്നത് where c is
and integer. A is equal to 2c എന്നുള്ള ഫോമിൽ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ 2b² is equal to a² എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ 2b² is equal to a² എന്ന് പറയുന്നത് നമുക്ക് എന്ത് എടുക്കാം 2c the whole square. അപ്പൊ 2b² is equal to 2 into square 4 c². ഇനി 2 ഉം 4 ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ b² is equal to 2c എന്ന് 2c² എന്ന് കിട്ടും. b² is equal to 2c² എന്ന് കിട്ടും. അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും 2 divides b². നേരത്തെ പഠിച്ച തിയറം വെച്ച് നമുക്ക് എന്ത് എഴുതാം 2 divides b. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ കിട്ടി 2 divides a, ഇവിടെ അടുത്ത കണ്ടീഷൻ കിട്ടി 2 divides b. എന്നാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് 2 ഉം a യും b യും കോപ്രൈംസ് ആണ്. പക്ഷെ ഇവിടെ കോപ്രൈം ആണെന്ന് പറയാൻ പറ്റുമോ 2 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ഇവരുടെ ഇടയിൽ ഉണ്ടെന്ന് ഈ രണ്ട് കൺക്ലൂഷൻസും പറയുന്നു. കൺക്ലൂഷൻ 2 ഉം കൺക്ലൂഷൻ 3 എന്താ പറയുന്നത് 2 divides a 2 divides b. അതായത് 2 എന്ന് പറയുന്നത് a ന്റെയും b ന്റെയും വേറൊരു കോമൺ ഫാക്ടർ ആണ്. അങ്ങനെ വേറൊരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ a യും b യും കോപ്രൈം ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ കോൺട്രാഡിക്ഷൻ എന്തുകൊണ്ടാണ് വന്നത് നമ്മൾ ഇവിടെ തെറ്റായ ഒരു അസംപ്ഷൻ എടുത്തു. എന്താണ് √2 is rational. ഈ തെറ്റായ അസംപ്ഷൻ എടുത്ത കാരണമാണ് a യും b യും കോപ്രൈം ആവാത്തത്. അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് മനസ്സിലായി. √2 is rational എന്ന് പറയുന്നത് തെറ്റാണ്. √2 rational അല്ലെങ്കിൽ എന്താണ് √2 is irrational. Therefore we can conclude √2 is irrational. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് 3√2 is irrational. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് 3√2 ഇററാഷണൽ ആണ്. അപ്പൊ ഇററാഷണൽ ആണെങ്കിൽ നമുക്ക് എന്താ ആദ്യം ചെയ്യാൻ പോകുന്നത് 3√2 is rational ആണെന്ന് അസ്യൂം ചെയ്യും. we assume that 3√2 is irrational. അപ്പൊ 3√2 rational ആണ് നമ്മൾ അസ്യൂം ചെയ്തു. 3√2 rational ആണെങ്കിൽ നമുക്ക് ഏത് ഫോമിൽ എഴുതാം p/q ഫോം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം a/b. 3√2 is equal to a/b, where a and b are co-primes, where a and b are integers, where a and b are integers. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ √2 is equal to a/3b. നമുക്കറിയാം a ഇന്റിജർ ആണ്, b ഇന്റിജർ ആണ്, 3 ഉം ഇന്റിജർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും this implies √2 is rational എന്ന് നമുക്ക് കിട്ടും. But this contradicts the fact that √2 is irrational. നമുക്കറിയാം √2 എന്താണെന്ന് irrational ആണെന്ന്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ കിട്ടി √2 is rational. Therefore നമ്മുടെ അടുത്ത assumption എന്താണ് 3√2 is rational എന്നുള്ളത് തെറ്റാണ്. Therefore we conclude 3√2 is irrational. അപ്പൊ നമ്മൾ √2 പ്രൂവ് ചെയ്ത പോലെ തന്നെ നമുക്ക് √3 കാര്യം പ്രൂവ് ചെയ്യാം. അതിനകത്ത് നമ്മൾ √2 കേസിൽ നമ്മൾ 2 ആയിരുന്നു കോമൺ ഫാക്ടർ ആയിട്ട് കണ്ടുപിടിച്ചത്. അതേപോലെ √3 കേസ് വരുമ്പോൾ നമുക്ക് 3 ആയിരിക്കും കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂട്ടുകാരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക.